നമസ്കാരം എന്റെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. വലിയ വിവാദം നടക്കുകയാണല്ലോ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മെഡിസിൻ പഠനാർത്ഥം ഒരു ഡോക്ടർ ആവുക, തങ്ങളുടെ മകളെ ഒരു ഡോക്ടർ ആക്കുക എന്ന ആ വലിയൊരു പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബം തങ്ങളുടെ മകളെ പറഞ്ഞയക്കുന്നു. ആ മകളെ അവിടെ വെച്ചുകൊണ്ട് മതേതര മലപ്പുറത്തെ ഒരു ജിഹാദി, നോക്കൂ, എവിടെ ഇസ്ലാമിക കൊടും ഭീകരത നടന്നു കഴിഞ്ഞാലും അവിടെ ഒരു കേരളത്തിന്റെ ടച്ച് ഉണ്ടാവുക എന്നത് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അതിലൊരു മലപ്പുറം ടച്ച് എന്ന രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്കാണ് എവിടെ ലോകത്ത് ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഇത്തരത്തിൽ ഭീകരത ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഉറക്കെ വിളിക്കണം, മതമല്ല മതമല്ല മതമല്ല, മതേതരമാണ് മലപ്പുറം. പിന്നെയോ എന്തൊക്കെയോ ആണ് മലപ്പുറം എന്ന് പറയണം. മലപ്പുറത്തിന്റെ മതേതരത്വത്തെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ എത്രയോ ഉറക്കി നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലയാള ഭാഷാ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു സ്മാരകം പോലും സ്ഥാപിക്കാൻ അനുവദിക്കാത്ത ഇസ്ലാമിക കൊടുംഭീകരവാദികൾ അഴിഞ്ഞാടുന്ന നാടേത് എന്ന് ചോദിച്ചാൽ അതിനും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരത്തിൽ നിന്നാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള പ്രതി സാദനുർ അനാമിർ എന്ന് പറയുന്ന സാദറുൽ അനാമ് എന്ന് പറയുന്ന ഇസ്ലാമിക ജിഹാദി ഇന്ന് ലോകത്താകമാനം നമ്പർ 1 ആക്കി കേരളത്തെ, മലപ്പുറത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ആലോചിച്ച് നോക്കും. ആലപ്പുഴ ജില്ലയിലാണെന്നോ ആ പെൺകുട്ടിയുടെ വീട്. ആ പെൺകുട്ടി സാവരിയ എന്ന പേര്. ആ പെൺകുട്ടി ഒരു ഡോക്ടർ ആവാൻ വേണ്ടി അവിടെ പ്രതീക്ഷകളോടെ ചെന്നിരിക്കുന്നു. എന്നിട്ടോ ഇത്തരത്തിൽ ഏജൻസികളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എങ്ങനെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമിക ജിഹാദികൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ ഭീകരമായിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. നോക്കൂ, ഇനി ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഹിന്ദു യുവതി എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കൊന്ന ഇസ്ലാമിക കൊടുംഭീകരൻ, ആ കൊടുംഭീകരൻ ഈ കുട്ടിയെ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ നേരിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോയി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പോയിട്ടുള്ള കുട്ടിയുടെ ബന്ധു തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന ആ മാധ്യമങ്ങളിലൂടെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടില്ലേ. നോക്കൂ, കേരള സ്റ്റോറി ഇവിടെ ഇറങ്ങിയ സമയത്ത് ഇത് RSSന്റെ അതല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വവാദികളുടെ, തീവ്രവാദി ഹിന്ദുത്വവാദികളുടെ പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്ന ആളുകളെ നിങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു? ഈ കുട്ടിയെ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് മതം മാറ്റാൻ ശ്രമിച്ച ഈ ജിഹാദിക്കെതിരെ വല്ല ഒരു തിരുവ ഒന്ന് തുറന്നുകൊണ്ട് മൊഴിയാൻ ഏതെങ്കിലും വൃത്തികെട്ട ജന്തുക്കളെ നിങ്ങൾ തയ്യാറുണ്ടോ? ഇസ്ലാമിക നാമധാരികളെ നമുക്ക് മാറ്റിവെക്കാം. കാരണം ബേസിക്കലി മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ ഒരുത്തനും ഇത്തരത്തിൽ ചെയ്യുന്ന ഇവന്റെ ഈ പ്രവൃത്തി സത്പ്രവൃത്തിയായിട്ടേ കാണുകയുള്ളൂ. കാരണം ഇത്തരത്തിൽ ഈ പറയുന്ന കാഫിറുകളിൽ ഒന്നിനെങ്കിലും തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പഠിച്ചിട്ടുള്ള ഇത്തരക്കാർക്ക് മുൻപിൽ ഇവൻ മഹാനാണ്. അതുകൊണ്ടാണ് ലോകത്താകമാനമുള്ള ഇസ്ലാമിക കൊടുംഭീകരന്മാരെ ലോകത്ത് വെച്ച് ലോകത്തെ സമാധാനപ്രിയരായിട്ടുള്ള ജനവിഭാഗത്തിൽ ആ സേനകൾ കൊന്നൊടുക്കുന്ന സമയത്ത് ഈ ഇസ്ലാമിക കൊടുംഭീകരന്മാർക്ക് വേണ്ടി ഇവിടെ ഈ പറയുന്ന മൃതദേഹത്തിന് ശാന്തി കിട്ടാനും അവിടെ 72 ഹൂറികളുമായി കുഴഞ്ഞു മറിയാനും മദ്യപ്പുഴയിൽ മുങ്ങിക്കുളിക്കാനുമുള്ള സൗഭാഗ്യം ഒരുക്കണേ നാഥ എന്നും പറഞ്ഞുകൊണ്ട് മയ്യത്ത് നിസ്കാരം ഈ മലപ്പുറം അടക്കമുള്ള ഈ കേരളങ്ങളിൽ സജീവമായി നടക്കാറ്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള അവർ ഒരിക്കലും ഇതിനെ കുറ്റം പറയില്ല, ഇതിനെ അനുകൂലിക്കുക മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മുടെ മക്കളെ വിശ്വസിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുക എന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ ഭാരതം എത്രയോ മുന്നേറി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിലും 1400 വർഷം മുൻപ് അതല്ലെങ്കിൽ 14 ആ നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ഇന്നും ജീവിക്കുന്ന ഈ ജിഹാദികൾ, ഈ ഭീകരവർഗത്തെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറം ലോകത്തേക്കായിക്കോട്ടെ, പുറം സംസ്ഥാനത്തേക്കായിക്കോട്ടെ, എന്തിന് നമ്മുടെ വീടിന്റെ പുറത്തേക്ക് തന്നെ പറഞ്ഞയക്കുക എന്ന് വലിയൊരു ചോദ്യമല്ലേ ഓരോ ഹിന്ദുവിന്റെയും, ഓരോ ക്രിസ്ത്യാനിയുടെയും, ഓരോ ബുദ്ധ അതല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കാഫിർ വിഭാഗത്തിൽപ്പെട്ട ആ ജനവിഭാഗങ്ങളുടെയും ചിന്ത എന്നത് ഉറക്കിയുള്ള ചോദ്യം തന്നെയല്ലേ.
എന്താണെന്ന് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടത്തെ ജഗപൊകകള്. ഇവിടെ ഇതാ കേരളത്തെ നാണം കെടുത്താൻ വേണ്ടി, ഇസ്ലാമിക സമൂഹത്തെ ഒന്നടങ്കം നാണം കെടുത്താൻ വേണ്ടി ഇതാ പ്രൊപ്പഗണ്ടയുമായിട്ട് ഹിന്ദു തീവ്രവാദികൾ ഇറങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞ് കരഞ്ഞ രോധിച്ച നാറികൾ ഏതെങ്കിലും ഒരുത്തൻ ഈ കുട്ടിക്ക് വേണ്ടി ഒരിത്തിരി കണ്ണീർ പൊഴിക്കാണ് വേണ്ടെന്ന് ഒരു വാ തുറന്നുകൊണ്ട് ഇതിനൊരു അനുശോചനം രേഖപ്പെടുത്താൻ ആരെങ്കിലും രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലെന്നേ. ഭയക്കണം നമ്മൾ, അതിഭീകരമായിട്ട് ഭയക്കണം നമ്മൾ. ഇസ്ലാമിക ജിഹാദികൾ വരിഞ്ഞിരിക്കുന്ന ഈ കൂട്ടിൽ നിന്നും ഈ രക്ഷപ്പെടാൻ നമ്മൾ എത്ര കണ്ട് ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ. നമ്മളൊക്കെ ഇത് ഉറക്കെ പറയുമ്പോൾ നമ്മുടെ തീവ്രവാദി എന്ന് വിളിക്കാൻ ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും ഒക്കെ ഇവിടെ മതേതര പട്ടമണിഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ കമന്റ് ബോക്സിൽ വന്ന് അണിനിരക്കാറുണ്ട്. എടോ, നിന്റെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നീയൊക്കെ കിടന്ന് മോങ്ങുന്നത് കാണുമ്പോൾ നമ്മൾക്ക് വിഷമമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ നിന്റെയൊക്കെ മോങ്ങൽ, ഇന്നലെ ഈ പറയുന്ന സാവരിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ബന്ധുക്കൾ ഒരു പക്ഷെ സഖാക്കന്മാരായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പക്ഷെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരായിരിക്കാം, എന്തായാലും BJP-ക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുമില്ല. എന്തായാലും ആ കുടുംബം ഇന്ന് കിടന്ന കരച്ചിൽ, ആ കരച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് അവനവന്റെ കുടുംബത്തിൽ കിട്ടുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ നമ്മൾക്ക് നോവുകയുള്ളൂ. ഇനി നമ്മുടെ പ്രതിയായിട്ടുള്ള ഈ ജിഹാദി എന്താണ്, സാദറുൽ അനാം, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും ഒരു മദ്രസ വാട കുടുംബമാണെന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനാവും. മദ്രസ ജിഹാദി കുടുംബമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അത്തരത്തിലാണ് തങ്ങളുടെ മക്കളെ പോലും അറബിയുടെ പേരിട്ടുകൊണ്ട് അത്ര കണ്ട് വിധേയത്വം, ആ DNA വിധേയത്വം കാണിക്കുന്നത്. സാദറുൽ അനാമിനെതിരെ, സാദറുൽ അനാം എന്ന് പറയുന്ന ഈ ജിഹാദിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും. നോക്കൂ, ആ പെൺകുട്ടിയുടെ ശരീരമാസകലം ഇവൻ അടിച്ച് പരത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് അതിക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കൊലപാതകമാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ചെറിയ തർക്കത്തിന്റെ പേരിൽ ദേഷ്യത്തിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചപ്പോൾ, അറിയാതെ ഒന്നാണ് തലക്കടിച്ചപ്പോൾ ചെറുതായിട്ട് ഒന്നങ്ങ് മരിച്ചു എന്ന രീതിയിലാണ് ഇവിടുത്തെ ചാനലുകാർ ആ വാർത്ത കൊടുത്തത്. എന്നാൽ ഈ ബന്ധുവായിട്ടുള്ള ആൾ ഇന്നലെ പറഞ്ഞ സമയത്താണ് അതിന്റെ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് പച്ചയ്ക്ക് ലോകം അറിഞ്ഞത്. ഇനി വല്ലതും പറയാനുണ്ടോ? ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ഇവിടെ കേരള സ്റ്റോറി പ്രൊപ്പഗണ്ടയാണ്, ഇവിടെ ഹിന്ദുത്വവാദികൾ നടത്തുന്ന അരാജകത്വമാണ്, പച്ചനുണകളാണെന്ന് പറയുന്ന അതിനെതിരെ വല്ലതും പറയാനുണ്ടോ? മതേതര നിഷ്പക്ഷൻ എന്ന് നടിച്ചു നടക്കുന്ന ഇവിടുത്തെ ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികൾക്കും വല്ലതും പറയാനുണ്ടോ? സഖാക്കളായിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വല്ലതും പറയാനുണ്ടോ? കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ പറയുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വല്ലതും പറയാനുണ്ടോ? ഇല്ലെന്ന്. നീയൊന്നും മിണ്ടില്ല. നിന്റെയൊക്കെ അണ്ണാക്കിൽ ചൂടുള്ള പുഴുങ്ങിയ നേന്ത്രപ്പഴം കുത്തി നിറച്ചുകൊണ്ട് നീയൊക്കെ മിണ്ടാതിരിക്കുകയാണ്. നാളെ ഹിന്ദുത്വ അതല്ലെങ്കിൽ RSSനെ അതല്ലെങ്കിൽ നാട് ഭരിക്കുന്ന നാടിനെതിരെ രംഗത്ത് വരാൻ നീയൊക്കെ കുരയ്ക്കാൻ വേണ്ടി ശക്തിയോട് കൂടിയിട്ട് ആ പഴം തള്ളിക്കയറ്റിയത് പുറത്തേക്ക് വലിച്ചിട്ട് കൊണ്ട് രംഗത്ത് വരുമെന്ന് എല്ലാവർക്കും അറിയാം. നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമാണ്, അല്ലാതെ മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന ഈ നാട്ടിൽ ഒരാൾക്കുമല്ല. നോക്കൂ, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞ് സൂക്ഷിച്ച് അവർക്ക് ഓരോ ദിവസവും മണിക്കൂറിലും ക്ലാസ് എടുത്ത് വളർത്തേണ്ട അവസ്ഥയിലേക്ക് ഇവിടത്തെ തീവ്രവാദികൾ എത്തിച്ചിരിക്കുന്നു. അതിനും കുറ്റം ഒരു ഹിന്ദുവിന്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും തലയിലേക്ക് ഇടണ്ട. അതിനൊരേ ഒരു കുറ്റക്കാരേ ഉള്ളൂ. ഈ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ പൊത്തകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പൊത്തകമാണ് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന, ഈ പൊത്തകത്തെ വിശ്വസിച്ച് നടക്കുന്ന ഈ പറയുന്ന ജിഹാദി വർഗം തന്നെയാണ് ഇവിടുത്തെ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും തങ്ങളുടെ വരാനിരിക്കുന്ന കുഞ്ഞുമക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവരെ വിശ്വസിക്കരുത്, ഇവരുടെ ഏത് മുഖമാണ് പുറത്തു വരിക എന്ന് നിങ്ങൾക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. അവരെ കൂട്ടുകൂടരുത്, അവരെ വിട്ടകന്ന് ജീവിക്കണമെന്ന പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേടോ മദ്രസ പൊട്ടന്മാരെ, ജിഹാദികളെ നിങ്ങളൊക്കെ എന്ന് ഉറക്കി ഓരോരുത്തരും ചോദിക്കണം. പിന്നെയോ, ഇവിടെ നല്ല മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങൾ എന്ന് മേനി പറഞ്ഞ് നടിച്ചു നടക്കുന്ന ഒരുപാട് എണ്ണുണ്ട്. എടോ, നീയൊക്കെ നല്ല മുസ്ലിങ്ങൾ ആണെങ്കിൽ, ഒറ്റ തന്തയ്ക്ക് പിറന്നവന്മാരാണെങ്കിൽ ചോദിക്കടോ, തീവ്രവാദികളെ തള്ളിപ്പറയാൻ നീയൊക്കെ രംഗത്ത് വാടോ. അല്ലാതെ അണ്ണാക്കിൽ വിരലിട്ട് നീയൊക്കെ തീവ്രവാദികളെ മൗനം സമ്മതം എന്ന പേരിൽ അനുകൂലിച്ച് നടക്കുമ്പോൾ എങ്ങനെയാണോ നീയൊക്കെ നല്ല മുസ്ലിം ആവുന്നത്? ലോകം മുഴുവൻ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സംശയത്തിന്റെ വെറുപ്പിന്റെ
വിദ്വേഷത്തിന്റെ കണ്ണോടുകൂടി കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ പുസ്തകവും ആ പുസ്തകത്തിനുള്ളിൽ നീയൊക്കെ പഠിച്ചതും ആ പുസ്തകത്തിലൂടെ നീയൊക്കെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഈ ഭീകരതയാണ് എന്ന് ഉറക്കി ഓരോരുത്തരും രംഗത്ത് വന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളായാലും അവരെ കാത്തു സൂക്ഷിക്കാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഇത്തരം വലിയ ഭീകരതയ്ക്ക് ഇനിയും മറുതി വരുത്താതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും വൈകരുത് സഹോദരരെ. നമ്മുടെ കുഞ്ഞുമക്കൾ തെറ്റിപ്പോവും, നമ്മുടെ കുഞ്ഞുമക്കൾ ജീവൻ പൊലിഞ്ഞു പോവും, നമ്മുടെ കണ്ണുനീര് ഒരിക്കലും വറ്റാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും ഒക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജിഹാദിക്ക് അവന്റെ മതത്തിലേക്ക് എണ്ണം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടം പോലെ പെറ്റുപെരുകി കൂട്ടുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞ് വിദേശത്തേക്ക് വലിയ പ്രതീക്ഷയോടെ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ട് ഒരു കുടുംബം ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടിയായാലും പറഞ്ഞയക്കുന്നു. ആ കടം പോലും വീട്ടേണ്ടത് ഈ കുട്ടി ജോലിയൊക്കെ ആയി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ആ കടം വീട്ടാൻ പോലും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീടും പുരയിടവും വിറ്റിട്ടായാലും സ്ഥലവും വിറ്റിട്ടായാലും വേണ്ടില്ല, ഞങ്ങളുടെ മക്കളെ ആ ഒരു സുരക്ഷിതരാക്കി മാറ്റണം, ആ കുട്ടിക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു പാതയിലേക്ക് ആക്കണം എന്ന പ്രതീക്ഷയോടെ വിട്ട ആ കുടുംബത്തെ ഒരു ജിഹാദി അവന്റെ മതത്തിലേക്ക് ആളെ ചേർക്കണം എന്ന എണ്ണം ചേർക്കാൻ വേണ്ടി അതിന് കൈയടിച്ചു കൊടുക്കാനും, അതല്ലെങ്കിൽ അവന് സ്വർഗത്തിൽ അവന് പുസ്തകപ്രകാരം 72 ഹൂറികളും മദ്യപ്പുഴയും മറ്റൊന്നും ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവമുണ്ടല്ലോ, ആ ദൈവം കൈയടിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ലോകത്ത് സമാധാനം പുലരുക? ഒരേ ഒരു കൂട്ടരെയോട് ചിന്തിച്ചു നോക്കും. ഈ ലോകത്ത് സമാധാനം നശിപ്പിക്കുന്ന ഒരു കൂട്ടറായിരിക്കും ഈ ഇപ്പുറത്ത്, ആ ഇപ്പുറത്തുള്ള കൂട്ടർക്കെതിരെയായിരിക്കും സമാധാന കാംക്ഷികളായിട്ടുള്ള മറ്റൊരു കൂട്ടർ. എങ്ങനെയാണെങ്കിലും ഒരു വശത്ത് സമാധാനം നശിപ്പിക്കുന്ന കൂട്ടരാകുമ്പോൾ എങ്ങനെയാണ് ലോകം ഇവരെ വെറുക്കാതിരിക്കുക? എങ്ങനെയാണ് ലോകം ഇവരെ അകറ്റി നിർത്താതിരിക്കുക, ആട്ടിപ്പായിക്കാതിരിക്കുക? ഭയത്തിന്റെ കണ്ണോടെയല്ലാതെ, വെറുപ്പിന്റെ കണ്ണോടെയല്ലാതെ, വിദ്വേഷത്തിന്റെ കണ്ണോടെയല്ലാതെ. എന്റെ പൊന്മണി, എന്റെ പൊന്നു മോൾ അല്ലെങ്കിൽ പൊന്നു മക്കൾ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് കാണാനാവുക ഇവന്മാരെ എന്ന് ഉറക്കെ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞമ്മൻ മാറുകയൊന്നുമില്ല. ഞമ്മൻ പഠിച്ച് ഈ പുസ്തകം തന്നെയാണ് എല്ലാം, ഞമ്മൻ ഒരിക്കലും മാറില്ല, ഞമ്മൻ എല്ലാം തികഞ്ഞതാണെന്നും പറഞ്ഞ് മേനി പറഞ്ഞു നടിക്കുന്ന വല്ല നല്ല മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ എടോ ഇവന്മാരെയൊക്കെ തള്ളി പറഞ്ഞ് രംഗത്ത് വായെന്ന് മാത്രമേ പറയാനുള്ളൂ. ഹിന്ദുവേ, ക്രിസ്ത്യാനി, നീ സൂക്ഷിച്ചോ. ഇനി ഇതുപോലെയുള്ള ഈ തീവ്രവാദി എന്താണ് സാദറുൽ അനം, ഈ സാദറുൽ അനമിനെ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടായാലും വേണ്ടില്ല അവിടെ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ ഇനി ഇവിടെ ബോച്ചയടക്കമുള്ള ഒരുപാട് എണ്ണം രംഗത്ത് വന്നാലും അതിശയപ്പെടാനില്ല. കാരണം നമ്മൾക്കറിയാം, റഹീം എന്ന് പറയുന്ന സൗദി അറേബ്യ ജയിലിൽ കിടന്ന ഒരുത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷിച്ച് ഇവിടെ എത്തിച്ചു. ഈ റഹീം ചെയ്തതെന്താ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണോ ജയിലിലായത്? അല്ലെന്നേ, ശ്വാസം എടുക്കാൻ പോലും സ്വന്തമായിട്ട് യന്ത്രം വെച്ച് ശ്വാസം എടുക്കേണ്ട, സ്വയം കഴിവില്ലാത്ത, അത്രയ്ക്കും വികലമായ രീതിയിൽ ശക്തിയില്ലാതെ കിടന്ന ഒരു കുട്ടിയെ ആ കുട്ടിയുടെ ശ്വസന യന്ത്രം വലിച്ചു പറിച്ചു, അത് ബലമായിട്ട്. എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ ഇവൻ പറഞ്ഞത് ഇവന്റെ കൈ അറിയാതെ തട്ടിയപ്പോൾ പറഞ്ഞു പോയതാ എന്ന്. നോക്കൂ, മെഡിക്കൽ രംഗത്തുള്ളവർക്ക് അറിയാൻ പറ്റും, ഈ മെഷീൻ അറിയാതെ കൈ തട്ടുമ്പോൾ ചാടിപ്പോകുന്ന ഒന്നൊന്നുമല്ല, ഇത് ബലമായിട്ട് പിടിച്ചു പറിച്ചു. എന്നിട്ടോ ആ കുഞ്ഞൻ വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു, എന്നിട്ടും സമയം വൈകിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നു. എന്നിട്ട് ഇവൻ പച്ച നുണ പടച്ചിറക്കി, ഈ തുപ്പിയ സമയത്ത് മറ്റതാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച നുണ പടച്ചിറക്കിയതൊക്കെ നമ്മൾ കണ്ടതില്ലേ? ആ റഹീമിനെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇവിടെ രക്ഷിച്ച് സ്വീകരിച്ച് ആനയിച്ച് വീടുണ്ടാക്കി ജോലി കൊടുത്ത് എല്ലാം ഉണ്ടാക്കി കൊടുത്തതിൽ ലുലു മൊയലാളി അടക്കമുള്ള സുഡാപ്പികൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. മദ്രസ പുസ്തകം പഠിച്ചവന്മാർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിച്ചിട്ടുള്ളവനാണെങ്കിൽ പോലും ഞമ്മന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ തള്ളി പറയാൻ ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് റഹീമിലൂടെ ഇത്ര കണ്ട് സ്വീകാര്യത നേടിക്കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ കിണഞ്ഞ് ശ്രമിച്ചതും അവർ വിജയിച്ചതും. ഇനിയോ ഈ പറയുന്ന സാദുറുൽ അനാം എന്ന് പറയുന്ന മലപ്പുറത്തെ പെരിന്തൽമണ്ണ സ്വദേശിയുള്ള ഈ ജിഹാദി 23 വയസ്സാണ്. ആ സുഡാപ്പി ചെറിയ പ്രായമാണ്, അറിയാതെ പറ്റിയതാണ്, കുഞ്ഞല്ലേ, നമ്മുടെ വീട്ടിലും ഇല്ലേ കുഞ്ഞുമക്കൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുൻപിലേക്ക് വരും, കൈനീട്ടിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതിശയപ്പെടാനില്ല. ആ രീതിയിലേക്ക് ഇവിടത്തെ ഇത്തരക്കാർ മാറിയിരിക്കുന്നു, ആ രീതിയിലേക്ക് ഈ അൽ കേരളം മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് മാത്രമേ
മാത്രമേ നഷ്ടമുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ആലോചിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ മക്കളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ടവന്മാർ, പെട്ടവളുമാർ ആരൊക്കെയെന്ന് കൃത്യമായിട്ടും നോക്കിയും കണ്ടും പഠിച്ച് വളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ സാവരിയായി മാറും നിങ്ങളുടെ കുട്ടിയും എന്നുള്ളത് നിസ്സംശയം പറയാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.